ഏവർക്കും സഹകാരി റേസ് പ്ലസിന്റെ ഫൈൻഡിങ് ദ റൂട്ട് സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഫൈൻഡിങ് ദ റൂട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ പറയുന്നു, ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള SCERT പോർഷൻ, ഏത് SCERT ടെക്സ്റ്റിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ്? കർണാടകത്തിലാണോ? അല്ല. കേരളത്തിലുണ്ടോ മണികരൺ? ഇല്ല. ഗുജറാത്തിലാണോ? അല്ല. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രദ്ധിച്ചോടാ. എങ്ങനെയാണ് മണികരൺ താപോർജം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ചൂട് നീരുറവകളുടെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ജിയോഗ്രഫി ടെക്സ്റ്റിൽ 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫി ടെക്സ്റ്റിൽ മണികരണിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, മഴവെള്ളം എന്ത് ചെയ്യുന്നു? ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമായി മാറുന്നു. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനിടയിലെ ശിലാപാളികൾ ചൂട് പിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? മഴവെള്ളം നമ്മുടെ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചില സമയത്ത് പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായിട്ടുള്ള ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂട് പിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. മഴ പെയ്യുമ്പോൾ വെള്ളം എങ്ങോട്ട് ഇറങ്ങും? നമ്മുടെ ഭൂമിക്കടിയിലോട്ട് ഇറങ്ങും. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളാണെങ്കിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലുള്ള ശിലാപാളികൾ എന്ത് ചെയ്യും? ചൂട് പിടിക്കും. ഈ ചൂട് പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ശിലകൾ എന്ത് ചെയ്യൂടാ? ഈ ശിലകൾ ഈ ജലത്തെ എന്ത് ചെയ്യും? ചൂട് പിടിപ്പിക്കും. ഇങ്ങനെ ചൂട് പിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതാണ് ചൂട് നീരുറവകൾ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ ചൂട് പിടിക്കുന്ന ഈ ജലം എന്ത് ചെയ്യുന്നു? ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നു. ഇതിന് പറയുന്ന പേരാണ് എന്ത്? ചൂട് നീരുറവകൾ. ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചൂട് നീരുറവകൾ കാണാം. എന്താണ്? ഹിമാലയ പർവ്വതത്തിൽ ധാരാളം എന്തുണ്ട്? ചൂട് നീരുറവകൾ ഉണ്ട്. ഉദാഹരണം, നുബ്ര താഴ്വര, മണികരൺ, ഖീർഗംഗ ചൂട് നീരുറവകളിൽ നിന്നുള്ള ഭൗമതാർഭം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും സാധിക്കും. അപ്പോൾ ഉദാഹരണമായിട്ട് 3 പേരുകൾ പറയുന്നുണ്ട്. നുബ്ര താഴ്വര, മണികരൺ, ഖീർഗംഗ. ഇത് 3 എന്തിന് ഉദാഹരണമാണ്? ചൂട് നീരുറവയ്ക്ക് ഉദാഹരണമാണ്. ശ്രദ്ധിച്ചേ, ഒന്നുകൂടി പറയാം. എന്താണ് ചൂട് നീരുറവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴവെള്ളം എന്ത് ചെയ്യും? സാധാരണയായിട്ട് ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ, അതായത് പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? ഈ താഴോട്ടിറങ്ങുന്ന വെള്ളം എന്താണ്? ശിലാപാളികൾ, അതായത് ഭൗമോപരിതലത്തിനടിയിൽ എന്തുണ്ട്? ശിലാപാളികളുണ്ട്. ഈ ശിലാപാളികൾ ചൂട് പിടിക്കുമ്പോൾ ഈ ശിലകൾ എന്ത് ചെയ്യൂടാ? ഈ താഴോട്ടിറങ്ങുന്ന ഭൂഗർഭജലത്തെ ചൂട് പിടിപ്പിക്കും. ഇങ്ങനെ ചൂട് പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ ചൂട് പിടിച്ച ഭൂഗർഭജലം എന്ത് ചെയ്യും? നീരുറവകളായിട്ട് ഭൗമോപരിതലത്തിലോട്ട് എത്തും. ഇതിന് പറയുന്ന പേരാണ് ചുടു നീരുറവകൾ എന്ന് പറയുന്നത്. ഇതിന് 3 ഉദാഹരണങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. നുബ്ര താഴ്വര, മണികരൺ, അതുപോലെ തന്നെ ഖീർഗംഗ. നുബ്ര താഴ്വര, മണികരൺ, ഖീർഗംഗ. ഇനി പറയുന്നു, ചൂട് നീരുറവകളിൽ നിന്നുള്ള ഭൗമതാപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഈ പറയുന്ന എന്താണ്? ചൂട് നീരുറവകളിൽ നിന്നുള്ള ഭൗമതാപോർജം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഹിമാചൽ പ്രദേശിലെ മണികരൺ ചൂട് നീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹിമാചൽ പ്രദേശിലുള്ള എന്താണ്? മണികരൺ ചൂട് നീരുറവയിൽ നിന്നും എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ചൂട് നീരുറവകൾ എന്നാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. മഴവെള്ളം സാധാരണയായിട്ട് ഭൂമിക്കടിയിലോട്ട് ഊർന്നിറങ്ങി എന്ത് ചെയ്യുന്നു? ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു. എന്നാൽ ചില അവസരങ്ങളിൽ
പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ എന്ത് സംഭവിക്കുന്നു? ശിലാപാളികൾ അവിടെ ചൂട് പിടിക്കുകയും അപ്പോൾ ഭൗമോപരിതലത്തിന്റെ അടിയിലുള്ള ഭൂഗർഭജലം ചൂട് പിടിക്കുകയും ചെയ്യുന്നു. ഈ ചൂട് പിടിച്ച ജലം എന്ത് ചെയ്യുന്നു? കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ചുടുനീരുറവകളായിട്ട് ഭൗമ ഉപരിതലത്തിലോട്ട് വരുന്നു. ഇതിനെ പറയുന്ന പേരാണ് ചുടുനീരുറവകൾ. ഇതിന്റെ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു. ഏതൊക്കെയാണ്? നുബ്ര താഴ്വര, മണികരൺ, ഖീർഗംഗ. പ്രധാനമായും ഹിമാലയ പർവ്വത ഭാഗങ്ങളിലാണ് ഈ നീരുറവകൾ ധാരാളമായും കാണപ്പെടുന്നത്. ഇങ്ങനെ വരുന്ന ഈ ചുടുനീരുറവകൾ ഉപയോഗിച്ചിട്ട് അവരെന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ഭൗമ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഹിമാചൽ പ്രദേശിലുള്ള മണികരൺ ചൂട് നീരുറവ. മണികരൺ ചൂട് നീരുറവയിൽ നിന്നും എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ഭൗമതാപ വൈദ്യുതി അല്ലെങ്കിൽ ഭൗമ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ 9ാം ക്ലാസ് ജിയോഗ്രഫി ടെക്സ്റ്റിൻ്റെ അകത്ത് പറയുന്ന പോർഷൻ ആണേ. ഓക്കെ, എടാ എവിടെയാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9ാം ക്ലാസ് ജിയോഗ്രഫി ടെക്സ്റ്റിൽ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിനുള്ളിലാണ് ചൂട് നീരുറവകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നത്. ഓക്കെ എടാ, അപ്പോൾ എന്താണ് ചൂട് നീരുറവ എന്നും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലെ മണികരണിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എടാ, അപ്പം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുള്ള SCERT പോർഷൻ ഏതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്